ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്നറിയാമോ? ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വന്നു. ഞാൻ ലിപ്റ്റിക്കൊന്നും ഇട്ടില്ല. ചിലർക്കൊക്കെ പേടിയാണ് എൻ്റെ ലിപ്റ്റിക്ക് വന്നു. എനിക്ക് പക്ഷേ അത് ഇടുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ലിപ്റ്റിക്ക് ഇടയ്ക്ക് ഇട്ടുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് നല്ല മിക്കവാറും എന്നും ഞാൻ ഇടും, ഒരു ദിവസം ഒരു തവണയെങ്കിലും ഇടും. പക്ഷേ ഇപ്പം ഞാൻ ലിപ്റ്റിക്ക് ഇടാൻ വന്നത് എന്നെ കണ്ടാരും പേടിച്ച് പോകണ്ടെന്ന് ഓർത്താണ്. ഒന്ന് രണ്ട് സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വന്നതാണ്. ദൈവകാര്യങ്ങളാണ്. ദൈവം ഇല്ലയെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അല്ലേ? ഒരുപാട് ആൾക്കാർക്ക് ചിലർക്കൊക്കെ വിശ്വാസം ഉണ്ടെങ്കിലും ആരും അങ്ങനെ അധികം ദൈവത്തെ അടുത്ത് കാണുകയോ കേൾക്കുകയോ സ്പർശിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാവരും ഇങ്ങനെ വായിച്ചറിഞ്ഞുള്ള ഒരു വിശ്വാസം മാത്രമാണ്. നമ്മൾ സത്യത്തിൽ നമ്മുടെ വേദപുസ്തകങ്ങളിൽ ദൈവത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും മനുഷ്യർക്ക് ആർക്കും അതിനെ അടുത്ത് അറിഞ്ഞിട്ടില്ല. അവർ പറയും മറ്റൊരു വ്യക്തിയാണ് ദൈവമായിട്ട് വരുന്നതെന്ന്. അങ്ങനെയല്ല, ദൈവം ദൈവമായിട്ട് തന്നെ ഉണ്ട്. വ്യക്തികളിലൂടെ ദൈവം വെളിപ്പെടുമെങ്കിലും സംസാരിക്കുമെങ്കിലും ദൈവത്തിന് നേരിട്ട് തന്നെ നമ്മളോട് സംസാരിക്കുവാനും ഇടപെടുവാനും കഴിയുമെന്നുള്ളതിൻ്റെ കുറച്ച് തെളിവുകൾ തരാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നതൊക്കെ നുണയാണ്. ദൈവത്തെ കണ്ടിട്ടൊക്കെ ഉണ്ട്, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അത് മറ്റു വ്യക്തിയിലൂടെയല്ല, ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കാര്യമാണ് പറയുന്നത്. യഹോവയായ ദൈവം, അതായത് യേശുവിൻ്റെ പിതാവ്, അദ്ദേഹത്തെ ആർക്കും നേരിട്ട് കാണാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. കാരണം 10,000 സൂര്യനേക്കാൾ തേജസ്സുള്ള ആളാണ്. ചൂട് അതുപോലെ അഗ്നിയാണ്. 10,000 സൂര്യനേക്കാൾ തേജസ്സുണ്ട് യഹോവയ്ക്ക്. യഹോവയെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർ മരിച്ചു പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പണ്ടത്തെ കർത്താവിന് മുമ്പുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ, വിശ്വാസികൾ. അവർ യഹോവയെ കാണണമെന്ന് ഒരാൾ മറ്റൊരാളോട് പറയപ്പം ദൈവം അവരോട് പറഞ്ഞാണ്, എൻ്റെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾ മരിച്ചു പോകും, അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ ബാക്കി വശം കണ്ടോളാനാണ് പറഞ്ഞത്. നമ്മുടെ പുറം കുപ്പായം കണ്ടോളാനാണ് പറഞ്ഞത്. അന്നേരം കുഴപ്പമില്ല. പക്ഷേ അത്രയ്ക്ക് സ്പിരിച്വലായിട്ട് ആത്മീയത ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ നേരിട്ട് കാണാൻ കഴിയത്തുള്ളൂ. കണ്ടിട്ടുള്ളവരുണ്ട്. നമ്മുടെ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പഴയ നിയമം പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. യഹോവയെ കണ്ടിട്ടുള്ളവരുണ്ട്. അപ്പം എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റത്തില്ല. അതുപോലെ തീക്ഷ്ണതയുള്ളവരും അതുപോലെ ദൈവികമായിട്ട് അടുപ്പമുള്ളവരും ഒക്കെ ഉള്ളവർക്കേ കാണാൻ പറ്റത്തുള്ളൂ. വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക്. അല്ലാത്തവർക്കൊന്നും ദൈവത്തെ അടുത്ത് കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കുറേ സംഭവങ്ങൾ, മനസ്സിലല്ല, ഞാൻ അറിഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. അതിൽ 2 സംഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. ആദ്യം ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, നമ്മൾ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയാൻ പാടില്ലെന്നാണ്. ബാക്കിയെല്ലാം ദൈവം ക്ഷമിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അത് വരുന്നത് നമ്മുടെ മേൽ അഗ്നിയായിട്ടും വരും, പ്രാവായിട്ടും വരും. പക്ഷേ പ്രാവായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ അത് ഫുൾ അഗ്നിയായിട്ട് മാറും. നമ്മുടെ ശരീരം മൊത്തം അഗ്നിശോധന ചെയ്യും. അത് വെന്ത് ഉരുകുന്ന ഒരു അനുഭവമാണ്. ഇനി ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ യൂദാസ്ലിയുടെ പ്രാർത്ഥന എന്നും പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് അന്ന്. അന്ന് എന്താണെന്ന് അറിയാം, ഈ 12 കാർഡോ കണ്ട് നമ്മൾ ഈ 10 വയസ്സോടെ 5 വയസ്സോടെ ഒക്കെ കാർഡുണ്ടെന്ന്. അതിനകത്ത് എഴുതി 12 പേർക്ക് കൊടുക്കണം, അല്ലെ 9 പേർക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെയാണ്. 9 ദിവസം ഈ ഒരു പ്രാർത്ഥനയുണ്ട് യൂദാസ്ലിയുടെ. അത് 9 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ 10ാം ദിവസം നമ്മൾ എന്താഗ്രഹിക്കുന്നത് നടക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. എനിക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനെ 2 കാർഡ് കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനും ഒന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അമ്മയുടെ കണ്ടൊന്ന് പൈസ മേടിച്ച് പോസ്റ്റ് ഓഫീസിൽ പോയി കാർഡ് മേടിച്ചോണ്ടൊന്ന് എഴുതി നമുക്കറിയാവുന്ന കുറച്ച് പേർക്ക് പോസ്റ്റലായിട്ട് അയച്ചു. കൈ കൊടുത്ത് ചുരുക്കമാണ്, കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എങ്ങോട്ടൊക്കെ പോസ്റ്റ് അയച്ചു. അപ്പോൾ എന്താണെന്നറിയോ, ഞാൻ എന്നിട്ട് ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലാൻ തുടങ്ങി. യൂദാസ്ലിയുടെ രാത്രി കിടക്കുന്നതിന് മുമ്പേ 9 തവണ ചൊല്ലുമായിരുന്നു. എണ്ണിയാണ് ചൊല്ലുന്നത്, 1, 2 അങ്ങനെ. 9 ദിവസം ഞാൻ ചൊല്ലി. 9ാമത്തെ ദിവസം 10ാമത്തെ ദിവസം രാത്രി ഞാൻ ഓർത്തിടാ, ഇതുവരെ അനുഭവമൊന്നും ഉണ്ടായില്ലല്ലോ. ഞാൻ ആഗ്രഹിച്ചത് എന്താണെന്നറിയാവോ? പ്രാർത്ഥനയിൽ വേറെ ഒന്നുമല്ല, പണമോ സമ്പത്തോ പദവിയോ ഒന്നുമല്ല ആഗ്രഹിച്ചത്. നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇന്നൊക്കെ ആ മനുഷ്യർ പദവും സമ്പത്തും ഒക്കെ ആഗ്രഹിക്കുന്നത്. അന്ന് നമ്മുടെ നിഷ്കളങ്കമായ മനസ്സാണ്. അന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്തുവാ? എനിക്ക് പരിശുദ്ധാത്മാവിനെ കാണണം. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചേ. നമ്മുടെ പ്രത്യേക ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ കാണണം. അപ്പോൾ ഈ പ്രാർത്ഥന തീരുന്നതിൻ്റെ അന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും ചൊല്ലിയിട്ട് ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഞാൻ ഓർത്താ, ഇന്നത്തെ ദിവസം കഴിഞ്ഞല്ലോ. പക്ഷേ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഞാൻ നോക്കുമ്പോൾ ഞാൻ കിടക്കുന്നതിൻ്റെ തലയുടെ മേളിലോട്ട് ഫുൾ അഗ്നിയാണ്, തീ കത്തിക്കൊണ്ടിരിക്കുക. ഒന്നുമില്ല, ജസ്റ്റ് തീ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറേ നേരം ഓർത്തു, നമുക്ക് കാണുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കാണുവാ ഞാനിങ്ങനെ മേളിലോട്ട് നോക്കി കാണുമ്പോൾ അഗ്നി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക, തീ ഇങ്ങനെ ആളി പടർന്നുകൊണ്ടേ ഇരിക്കുക.
കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് തൃപ്തിയായി. ഇതാണെന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ടാണ് മനുഷ്യരുടെ മേലെ ആവസിക്കുന്നത്. അങ്ങനെ ഞാനന്ന് പരിശുദ്ധാത്മാവിനെ കണ്ടു. അപ്പം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അല്ലാതെ മറ്റൊന്നുമല്ല. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ സംഭവിക്കും. പിന്നെ അത് ഉണ്ടായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. ഇനി ഞാൻ 91 തോന്നുന്നു കേരളം വിട്ട് പുറത്ത് ജോലിക്ക് പോയായിരുന്നു. അപ്പം ഭാഷയൊന്നും അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല, കുറച്ച് മലയാളം മാത്രം. മലയാളം പോലും ഞാൻ അധികം സംസാരിക്കാറില്ലായിരുന്നു. ഇപ്പോഴാണ് പിന്നെ കുറച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അന്ന് എനിക്കധികം സംസാരിക്കാനൊന്നും അറിയത്തില്ല. അപ്പം പഠിക്കുമായിരുന്നു, പഠിത്തത്തിലൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ അവിടെ ചെന്നിട്ട് ആദ്യം ഒരു ജോലി കിട്ടി. പിന്നെ ഭാഷ അറിയാത്തതുകൊണ്ട് അവർ പറഞ്ഞു വിട്ടു. പിന്നെ കുറച്ചാൾ അവിടെ ഇവിടെ എല്ലാം അലഞ്ഞ് നടന്ന് ജോലി തേടി പകലെല്ലാം അവിടെ ഇവിടെയൊക്കെ നടന്ന് ബയോഡാറ്റയൊക്കെ കൊടുത്തു. അവസാനം എൻ്റെ സഹോദരനോട് താമസിച്ചിട്ടുണ്ട്. അപ്പം സഹോദരൻ എന്നോട് പറഞ്ഞു, എടി നീ ഇനി ജോലി തപ്പി വെളിയിൽ ഇറങ്ങി നടക്കണ്ട, ഉള്ള വെയിലും കൊണ്ട് വെള്ളം കുടിക്കാൻ പോലും പൈസ ഇല്ല, അതിനിടയ്ക്ക് നീ അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കണ്ട. മക്കൾക്ക് ദൈവം ജോലി ഇങ്ങോട്ട് കൊണ്ടുതരും. ഒരു കാര്യം ചെയ്യും, നീ നാളെ മുതൽ വീട്ടിൽ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. അപ്പം ഞാനതിനും തർക്കുത്തരമൊന്നും പറയാൻ പോയില്ല. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാനങ്ങ് അനുസരിച്ചു. രാവിലെ പുള്ളിക്കാരൻ ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീടെല്ലാം വൃത്തിയാക്കി കുളിച്ച് നനച്ച് വൃത്തിയാക്കി പരിക്കകത്ത് കയറി പായൊക്കെ എടുത്ത് നിലത്തോട്ടിട്ട് തോർത്തെടുത്ത് തലയിൽ ഇട്ടു, ബൈബിളും എടുത്ത് വെച്ച് കുറച്ച് നേരം ബൈബിൾ വായിച്ചത്. പിന്നെ അവിടെ കൊണ്ട് കുറച്ച് നേരം അറിയാവുന്ന ഇച്ചിരി പാട്ടുമൊക്കെ പാടി ഒറ്റയ്ക്കാം അതെല്ലാം അടച്ച് കുറ്റിയിട്ടപ്പോൾ. അപ്പം എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാം, കർത്താവേ എനിക്ക് നീ ജോലി തരണേ, എനിക്ക് ജോലി ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? കർത്താവേ എന്നെ സഹായിക്കാൻ ആരുമില്ല, നീ അല്ലാതെ എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല, നീ എനിക്ക് ജോലി തന്നേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് ഞാനങ്ങ് അതികഠിനമായിട്ട് ഈ വിഷയം തന്നെ കർത്താവേ സ്തോത്രം ചെയ്യുന്നു, ദൈവമേ സ്തുതിക്കുന്നു, കർത്താവേ സ്തോത്രം ചെയ്യുന്നു, കർത്താവേ എനിക്ക് നീ ജോലി നൽകി തരണേ. ഞാൻ കൈകൂപ്പി കണ്ണടച്ചൊറ്റ ഇരിപ്പ് അവിടെ ഇരുന്നു. 1/4 മണിക്ക് ഞാൻ അവിടെ ഇരുന്നു കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നു. അവസാനം ഞാൻ എൻ്റെ ശബ്ദം ഉള്ളിലായി, പുറമേയുള്ള ശബ്ദം അങ്ങ് നിന്ന്. പിന്നെ ഉള്ളിൽ ഒരു എന്താണ് ദൈവമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനാണ്. അങ്ങനെ ഞാൻ കുറേ നേരം ഇരിക്കുമ്പോൾ കൊണ്ട് ഒരു നല്ല ഇടി മുഴങ്ങുന്ന പോലൊരു ശബ്ദം എൻ്റെ ചെവിക്കകത്ത് മുഴങ്ങി. അപ്പം ഞാൻ കേട്ടെന്തുവാ, 10-16 ദിവസം കൊടുക്കുക. ഞാൻ പറയും, കർത്താവ് എനിക്ക് ജോലി തരണേ, എനിക്ക് ജോലിയില്ല, ജീവിക്കാൻ പറ്റത്തില്ല, എൻ്റെ ആങ്ങളയ്ക്ക് അധികം ശമ്പളമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് നീ ജോലി തന്നേ പറ്റത്തുള്ളൂ, എനിക്ക് ചിലവിന് വരാൻ വേറെ ആരുമില്ല, ഞാൻ പിന്നെ എന്തോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോഴാണ് കരഞ്ഞ് കുറേ നേരം എങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങിയത്. 10-16 ദിവസം കൊടുക്കും. അത് കേട്ടാണ് ഞാൻ ഒറ്റ ഞെട്ടൽ, കാരണം ഭയങ്കര ശബ്ദമായിരുന്നു. വെട്ടിയിട്ട് ഞാൻ ചോദിച്ചു, ദൈവമേ നീ എന്നോട് വല്ലതും പറഞ്ഞായിരുന്നു? ഞാൻ ഒറ്റ ഞെട്ടൽ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നു, ഞാൻ എന്തായാലും കേട്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ചോദിച്ചു, കർത്താവേ നീ എന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ? ഞാൻ എന്തോ എനിക്ക് കേട്ട പോലെ തോന്നി, നീ എന്നോട് സംസാരിച്ചായിരുന്നോ, അതോ എനിക്ക് തോന്നിയതാണെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഉണ്ട് ഒരു 1-2 മിനിറ്റ് പോലും ആയില്ല, അതിനു മുമ്പേ അതേ സൗണ്ട് വീണ്ടും എൻ്റെ ചെവിയിൽ മുഴങ്ങി. 10-16 ദിവസം കൊടുക്കും. ഞാൻ സ്തോത്രം പറഞ്ഞ ദൈവമേ താങ്ക് യു ലോഡ് എന്നൊക്കെ പറഞ്ഞ് നന്ദി പറഞ്ഞ് എഴുന്നേറ്റു, പ്രാർത്ഥന നിർത്തി. അപ്പോൾ വൈകുന്നേരം എൻ്റെ ആങ്ങളെ വന്നെന്ന് എന്നോട് ചോദിച്ചെടി നീ പ്രാർത്ഥിച്ചായിരുന്നോ? ഞാൻ പറയാൻ പ്രാർത്ഥിച്ചു. അപ്പം പുള്ളി എൻ്റെ അടുത്ത് എന്താന്ന് പോലെ ചോദിച്ചു, എന്നിട്ട് ദൈവം എന്നാ പറഞ്ഞടി നീ പ്രാർത്ഥിച്ചിട്ടെന്ന്. എന്നെ കളിയാക്കുന്ന രീതിയിലായിരിക്കും ചോദിച്ചത്, പക്ഷേ ഞാനത് സീരിയസ് ആയിട്ടാണ് എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞ് 10-16 ദിവസം കൊടുക്കുന്നു. പുള്ളി എന്നെ കണ്ണുരുട്ടി ഒരു നോട്ടം, കർത്താവ് അങ്ങനെ പറഞ്ഞുകൂടി നിന്നോട്? ഞാൻ പറയാം, എന്നോട് അങ്ങനെ പറഞ്ഞേ 10-16 ദിവസം ഇടാം, 10-16 മാസമൊന്നും വല്ലതും പറഞ്ഞോടി? ഞാൻ പറയും ഇല്ല, 10-16 ദിവസമെന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് വിശ്വസിക്കാൻ വയ്യ, കാരണം ദൈവസ്വരം അങ്ങനെ ആരും കേട്ടിട്ടില്ല. ഞാൻ കേട്ടത് അവർക്കൊക്കെ അതിശയമാണ്. അപ്പം പുള്ളിക്കാരൻ ഉടനെ ചെന്ന് കലണ്ടറിൽ കുറിച്ചിട്ടു അന്നത്തെ ദിവസം മുതൽ 16 ദിവസം വരെയുള്ള ഡേറ്റ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി നീ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, ഞാൻ പോയി കഴിയുമ്പോൾ ദൈവത്തെ ചുമ്മാ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. അത്ര നേരം ഇരുന്ന് പ്രാർത്ഥിച്ചോ, ദൈവത്തെ സ്തുതിച്ചാൽ മതി, ജോലിയുടെ കാര്യം ഇനി പ്രാർത്ഥിക്കുകയും ചെയ്യില്ലെന്ന് പറഞ്ഞു. കാരണം ദൈവം ഓൾറെഡി 2 തവണ എനിക്ക് കൺഫർമേഷൻ തന്നതാണ്. ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ 2 തവണ കൺഫർമേഷൻ തന്നുകൊണ്ട് ഇനി ആ വിഷയത്തെക്കുറിച്ച് നീ സംസാരിക്കേണ്ട ദൈവത്തോടെന്ന് പറഞ്ഞു. പിറ്റേന്ന് തൊട്ട് ഞാൻ പിന്നെ ഇരിക്കുമായിരുന്നു. പുള്ളി പോയി കഴിയുമ്പോൾ എല്ലാം വീടെല്ലാം വൃത്തിയാക്കും, ആദ്യം പിന്നെ കുളിക്കും, പിന്നെ തുണിയെല്ലാം കഴുകിയിട്ട് കുളിക്കും, പിന്നെ പരയൊക്കെ വാതിലൊക്കെ അടച്ചിടും, എന്നിട്ട് പായ എടുത്ത് നിലത്തിടും, തലയിലൊരു തോർത്തെടുത്തിടും, പ്രാർത്ഥിക്കാനിരിക്കും. എല്ലാ ദിവസവും എനിക്ക് ദർശനം കിട്ടുമായിരുന്നു. ഇതുപോലെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചിരിക്കും. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ദൈവമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ദൈവമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ 15 ദിവസവും എനിക്ക് ദർശനം കിട്ടി. ഓരോന്ന് നടക്കാൻ പോകുന്ന കാര്യം, ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെയും ഒരു കുട്ടികളും വയറ്റിലായ കുട്ടികളെ വരെ എനിക്ക് കാണിച്ചു തന്നു. ഇന്ന കുട്ടി ആൺകുട്ടിയാണ്, ഇന്നാരുടെ കുട്ടി പെൺകുട്ടിയാണ്, ഇങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കുറേയൊക്കെ മറന്നുപോയി. പക്ഷേ എൻ്റെ ആങ്ങളയ്ക്കൊക്കെ ഇപ്പോഴും അറിയാം ഞാൻ എന്തൊക്കെയാണ് ദർശനം കണ്ടത്, കാരണം അവരോട് ഞാൻ പറയുമായിരുന്നു വന്നോടനെ. പിന്നെ 15 ദിവസമായപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞടി ദൈവം തന്നെ ആണോടി നിന്നോട് സംസാരിച്ചേ? അപ്പോൾ എല്ലാവരും പുള്ളി വിളിച്ചറിയാമെന്നിട്ടെല്ലാം പറഞ്ഞു, എൻ്റെ പെങ്ങളോട് ദൈവം സംസാരിച്ചു, ദൈവത്തിൻ്റെ സ്വരം അവൾ കേട്ടെന്നും പറഞ്ഞാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയമായി, അയ്യോ ആലീസിന് ഇത്രയും പവർ അങ്ങനെ ദൈവം കൊടുത്തേ, ഇത്രയും ബലഹീനയായിട്ടുള്ള എൻ്റെ അടുത്ത് എന്തിനാണ് ദൈവം സംസാരിച്ചതെന്നുള്ളത്. അപ്പം
15ാമത്തെ ദിവസമായപ്പോൾ പുള്ളി പറഞ്ഞടി ഇന്നിപ്പം 15 എന്നോട് കിട്ടിയില്ലെങ്കിൽ ഇനി നിന്നോട് സംസാരിച്ച് ചിലപ്പോൾ ദൈവം അല്ലായിരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് ഉച്ചയായപ്പോൾ പുള്ളിക്കാരൻ്റെ ഓഫീസിൽ ഫോൺ ചെയ്യുന്നു. അവിടെ അടുത്തുള്ളൊരു നടന്നു പോകുന്ന ദൂരത്തിലൊരു ലിമിറ്റഡ് കമ്പനിയിലൊരു ഓഫറുണ്ട്, അവിടെ ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി വൈകിട്ട് പോയി ഓഫീസ് റൂട്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, പിറ്റേന്ന് ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങി വൃത്തിയായിട്ട് ഓഫീസിൽ എന്നോട് പറഞ്ഞു, ഒറ്റയ്ക്ക് പോയാൽ മതി, പേടിക്കണ്ട, ദൈവം തരുന്നതല്ലയോ, അപ്പോൾ നിനക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു അവിടെ ഇൻ്റർവ്യൂ നടത്തി. അന്ന് തന്നെ അവിടെ ജോയിൻ ചെയ്തു 16ാമത്തെ ദിവസം. അപ്പം ദൈവം ഇല്ല എന്നുള്ളവരാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുക, ദൈവം ഉണ്ട്, ദൈവം സംസാരിക്കും, ദൈവം ഇടപെടും, ദൈവം വെളിപ്പെടും, ദൈവം നമ്മളോട് തോടും, നേരിട്ട് വന്ന് തന്നെ തോടും, അല്ലാതെ വേറെ മനുഷ്യരിലൂടെ ഒന്നുമല്ല. എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ ഇനിയും അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. താങ്ക് യു.